ഹായ് ഫ്രണ്ട്സ്, ഒരു ഡയറി മിൽക്കും കുറച്ച് ഡേറ്റ്സും ഒരു നേന്ത്രപ്പഴവും കൊണ്ട് ഒരു ഐസ്ക്രീം ചെയ്തെടുത്താലോ? അതിനായിട്ട് ഒരു നേന്ത്രപ്പഴം ഫ്രീസറിൽ വെച്ചിട്ട് 5 തൊട്ട് 6 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്ത് മാറ്റി വെക്കണം. ഇതിപ്പോൾ ഫ്രീസ് ആയിട്ടുണ്ട്. ഇതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. ഇനിയിപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയ നേന്ത്രപ്പഴവും ഡേറ്റ്സും ഡയറി മിൽക്ക് പൊടിച്ചതും ആവശ്യത്തിനുള്ള പഞ്ചസാരയും കുറച്ച് പാലും ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നേന്ത്രപ്പഴം ഫ്രീസ് ചെയ്തത് മാത്രമേ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഫ്രീസ് ചെയ്യാത്ത നേന്ത്രപ്പഴമാണ് ഇതിൽ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ വിചാരിച്ച കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല, ഒരുപാട് ലൂസായി പോവും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്തത് കുറച്ച് ലൂസായി പോയി, കാരണം ഓവർ ഫ്രീസ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമുക്കിനി കുറച്ച് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. ഇനിയിപ്പോൾ ഓവർനൈറ്റ് ചെയ്ത നമ്മളുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അതുകൂടെ വിതറി കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുമല്ലെങ്കിൽ ചോക്കോ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഈ സമ്മർ വെക്കേഷനിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ആക്കി നോക്കൂ കേട്ടോ. സൂപ്പറാണ്.